ധ്യാനത്തിനായിട്ട് ഈ നോയമ്പിന്റെ 11ാമത്തെ ദിവസത്തെ ധ്യാനം വെച്ചിരിക്കുന്നത്, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. യേശു ഒരു അതിഥിയായി, അഭയാർത്ഥിയായി പാലസ്തീനിൽ കഴിഞ്ഞതായുള്ള തന്റെ ജനനത്തോടൊപ്പം തന്നെ പോയതായ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ കുടുംബത്തിൽ ഈ അതിഥി എന്നുള്ള ആ ഒരു പ്രത്യേക എംഫസിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ അതിഥി ഉള്ളതിൽ പ്രത്യേകിച്ച് പരദേശി അല്ലെങ്കിൽ അപരിചിതർ എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പ്രത്യേകിച്ച് അബ്രഹാമിനെ സന്ദർശിച്ചതായുള്ള 3 അതിഥികളെ കുറിച്ച്, അവരെ സ്വീകരിച്ച് സൽക്കരിച്ചതിനെ കുറിച്ച്, അവരെ കൂട്ടിച്ചേർത്തതിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ഇന്ന് നമ്മളെ ഈ നോയമ്പിന്റെ കാലത്ത് അഗതികളായി അല്ലെങ്കിൽ അപരിചിതരായുള്ള ആളുകളെ, ആവശ്യത്തിലിരിക്കുന്നവരെ കരുതുന്നതിന് നമുക്ക് സാധിക്കണം. അതിലെ ക്രൂശിന്റെ സ്നേഹത്തിൽ അവരെ കൂടെ നിർത്തുന്നതിന്, കരുതുന്നതിന്, കൂടെ ചേർക്കുന്നതിന് നമുക്ക് സാധിക്കണം. അവരുടെ ആവശ്യങ്ങൾ പങ്കുചേരുവാനും കൂട്ടായ്മ കാണിക്കാനും ക്രൂശിൽ ഉൾപ്പെടുത്തിയ സ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഈ നോയമ്പ് കാലം നമുക്ക് അനുഗ്രഹമായി തീരും.